പച്ച പുതച്ച പാടങ്ങൾക്കും വലിയ ആൽമരങ്ങൾക്കും ഇടയിലുള്ള ആ കൊച്ചു ഗ്രാമത്തിലെ ഏറ്റവും പഴയ കെട്ടിടമായിരുന്നു ആ പള്ളി. കാലപ്പഴക്കം കൊണ്ട് ചുമരിലെ ചായം മങ്ങിയിരുന്നെങ്കിലും ആത്മീയമായ ഒരു ശാന്തത അവിടെ എപ്പോഴും തങ്ങി നിന്നിരുന്നു. ഈ പള്ളിയും അതിനോട് ചേർന്നുള്ള ഇടുങ്ങിയ ഒരു ചെറിയ മുറിയുമായിരുന്നു മുഹമ്മദ് ഫസൽ ബക്ഷിന്റെ ലോകം. അനാഥനായി വളർന്ന ഫസൽ ബക്ഷിന് ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. രക്തബന്ധങ്ങളോ തണലേകൻ മാതാപിതാക്കളോ ഇല്ലാത്ത അവന്റെ ഏക ആശ്രയം പ്രപഞ്ചനാഥനായ അള്ളാഹു മാത്രമായിരുന്നു. പുലർച്ചെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഫസൽ ബക്ഷിന്റെ ദിവസം ആരംഭിക്കും. പള്ളിയുടെ ഓരോ മുക്കും മൂലയും അവൻ വൃത്തിയാക്കും. തണുത്ത വെള്ളത്തിൽ പള്ളിയുടെ തറ കഴുകുമ്പോഴും തൂണുകളിലെ പൊടി തുടച്ചു മാറ്റുമ്പോഴും അവന്റെ അധരങ്ങൾ ദൈവകീർത്തനങ്ങളാൽ സജീവമായിരുന്നു. താൻ ചെയ്യുന്നത് കേവലം ഒരു ജോലിയല്ല, മറിച്ച് തന്റെ നാഥനോടുള്ള ആരാധനയാണെന്ന് അവൻ വിശ്വസിച്ചു. പള്ളിയിലെ മുറ്റത്തെ ഓരോ പുൽനാമ്പും അവന് പരിചിതനായിരുന്നു. ജോലി കഴിഞ്ഞ് തളരുമ്പോൾ പള്ളിയിലെ ചാണകം മെഴുകിയ തറയിൽ ഒരു വിരിപ്പിട്ട് അവൻ കിടന്നുറങ്ങും. ഗ്രാമവാസികൾ നൽകുന്ന ലളിതമായ ഭക്ഷണമായിരുന്നു അവന്റെ ഏക വരുമാനം. ചിലർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ഞിയോ കഷ്ണങ്ങളോ അവൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അവന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഒട്ടിയ വയറും അവന്റെ ദാരിദ്ര്യം വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും ആ മുഖത്ത് എപ്പോഴും ഒരു ദിവ്യമായ പുഞ്ചിരിയുണ്ടായിരുന്നു. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഫസൽ ബക്ഷിന്റെ നിഷ്കളങ്കതയും സേവന മനോഭാവവും പള്ളിയിലെ ഇമാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഇമാം ഫസൽ ബക്ഷിനെ അരികിലേക്ക് വിളിച്ചു. സ്നേഹത്തോടെ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഫസൽ, നീ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? നിന്റെ ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ? നിനക്കൊരു വിവാഹം ആലോചിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇമാമിന്റെ ചോദ്യം കേട്ട് ഫസൽ അമ്പരന്നുപോയി. താഴേക്ക് മറുപടി വിനയത്തോടെ അവൻ മറുപടി നൽകി, ഹസ്രത്ത്, എന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ടനെ ആര് സ്വീകരിക്കും? താമസിക്കാൻ ഒരു വീടോ ഉടുക്കാൻ നല്ലൊരു വസ്ത്രമോ നൽകാൻ എനിക്ക് ശേഷിയില്ല. എന്റെ ദാരിദ്ര്യം കാണുന്ന ഏത് പെൺകുട്ടിയാണ് എന്റെ കൂടെ വരിക? അവന്റെ വാക്കുകളിൽ നിരാശയല്ല, മറിച്ച് യഥാർത്ഥ ബോധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇമാം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഫസൽ, ഐശ്വര്യം നൽകുന്നത് അള്ളാഹുവാണ്. നീ സമ്മതമാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ദൈവഹിതം പോലെ നടക്കും, ഇമാം ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ഇമാമിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഫസൽ ബക്ഷ് സമ്മതം മൂളി. വിവാഹത്തിന് മുന്നോടിയായി പള്ളിക്ക് പുറത്തൊരു ചെറിയ വാടക വീട് ഇമാം തന്നെ കണ്ടെത്തി നൽകി. തന്റെ ദൂരത്തെ ഒരു ബന്ധുവായ പെൺകുട്ടിയെയാണ് ഇമാം ഫസൽ ബക്ഷിനായി തിരഞ്ഞെടുത്തത്. അവളും പാവപ്പെട്ടവളും എന്നാൽ അങ്ങേയറ്റം ദൈവഭയമുള്ളവളുമായിരുന്നു. ലളിതമായ ചടങ്ങുകളോടെ പള്ളിയിൽ വെച്ച് അവരുടെ നിക്കാഹ് നടന്നു. ഗ്രാമവാസികൾ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകി അവരെ പുതിയ ജീവിതത്തിലേക്ക് യാത്രയാക്കി. ഫസലിന്റെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ഒരു വിളക്കുമായിട്ടായിരുന്നു അവൾ കടന്നു വന്നത്. ആ ചെറിയ വാടക വീട്ടിൽ സൗകര്യങ്ങൾ കുറവായിരുന്നുവെങ്കിലും സ്നേഹത്തിനും സമാധാനത്തിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. പള്ളിയിലെ ജോലി കഴിഞ്ഞ് ഫസൽ ബക്ഷ് മടങ്ങിയെത്തുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഒരു പങ്കാളിയെ ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായി അവൻ കണ്ടു. പലപ്പോഴും ഭക്ഷണം കുറവായ ദിവസങ്ങളിൽ അവൾ പറയും, നമുക്ക് കിട്ടുന്ന ഈ ഒരു തരി ആഹാരത്തിന് പോലും നാം ദൈവത്തിനോട് നന്ദി പറയണം. അവൻ നമ്മെ പട്ടിണിക്കിടില്ല. ദാരിദ്ര്യം അവരുടെ വാതിൽ മുട്ടി വിളിച്ചിരുന്നുവെങ്കിലും പരാതിയുടെ ഒരു വാക്കുപോലും ആ വീട്ടിൽ നിന്ന് കേട്ടിരുന്നില്ല. ഓരോ നമസ്കാരത്തിനു ശേഷവും അവർ ഇരുവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനകൾ ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് തങ്ങൾക്ക് ലഭിച്ച ഈ ചെറിയ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. ഫസലിന്റെ ജീവിതം പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തിരിച്ചുമായുള്ള ഒരു തീർത്ഥാടനമായി മാറി. ആ കൊച്ചു കുടുംബം ഗ്രാമത്തിന് മുഴുവൻ ഒരു പാഠമായിരുന്നു. സമ്പത്തല്ല, മറിച്ച് സംതൃപ്തിയാണ് യഥാർത്ഥ ഐശ്വര്യമെന്ന് അവർ തെളിയിച്ചു. പള്ളിയുടെ ചുവരുകൾക്കുള്ളിൽ നിന്ന് തുടങ്ങിയ ആ ജീവിതം ഇപ്പോൾ ഒരു കൊച്ചു വീട്ടിൽ ദൈവപ്രകാശമായി ജ്വലിച്ചുകൊണ്ടിരുന്നു. വിവാഹശേഷം ഫസലിന്റെ ജീവിതത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നു. വെറും കൈയോടെ ജീവിതം തുടങ്ങിയ അവൻ തന്റെ കുടുംബത്തെ പോറ്റാൻ ഒരു സ്ഥിര വരുമാനം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഗ്രാമത്തിനടുത്തുള്ള ഒരു പ്രശസ്തമായ ആത്മീയ കേന്ദ്രത്തിൽ അവൻ ജോലിക്ക് ചേരുന്നത്. അള്ളാഹുവിന്റെ വലി എന്ന് നാട്ടുകാർ വിളിച്ചിരുന്ന ഒരു പുണ്യപുരുഷന്റെ കീഴിലായിരുന്നു ആ കേന്ദ്രം. അവിടെ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ദരിദ്രർക്കും പട്ടിണിക്കാർക്കും ഭക്ഷണം പാകം ചെയ്യാനും അത് വിതരണം ചെയ്യാനുമായിരുന്നു ഫസൽ നിയോഗിക്കപ്പെട്ടത്. താൻ നൽകുന്ന ഓരോ ഉരുള ഭക്ഷണം വിശക്കുന്നവന്റെ വയറിലെത്തുമ്പോൾ ഫസൽ അത്യധികം സംതൃപ്തി കണ്ടെത്തി. പള്ളിയിലെ സേവനം പോലും തന്നെ ഇതൊരു പുണ്യകർമ്മമായി അവൻ കരുതി.
ഈ കാലയളവിൽ ഫസലിന്റെ വീട്ടിലേക്ക് ആദ്യമായി അള്ളാഹുവിന്റെ ഒരു അതിഥി എത്തി. ഒരു അതിസുന്ദരിയായ പെൺകുഞ്ഞ്. തന്റെ മകളെ കയ്യിലെടുത്തപ്പോൾ ഫസലിന്റെ കണ്ണുകൾ സന്തോഷം കണ്ടു നിറഞ്ഞു. ഇതൊരു അനുഗ്രഹമാണ്, അവൻ തന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നാൽ വർഷങ്ങൾ കടന്നുപോയപ്പോൾ ആ വീട്ടിൽ ഒന്നിനു പിറകെ ഒന്നായി 7 പെൺകുട്ടികൾ ജനിച്ചു. 7ാമത്തെ കുഞ്ഞും പെണ്ണാന്നറിഞ്ഞപ്പോൾ ഫസൽ ബക്ഷിന്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക നിഴലിച്ചു. അത് കുഞ്ഞുങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടായിരുന്നില്ല, മറിച്ച് അവരെ വളർത്താനും നല്ല രീതിയിൽ കെട്ടിച്ചയക്കാനുമുള്ള തന്റെ സാമ്പത്തിക ശേഷിക്കുറവ് ഓർത്തായിരുന്നു. ഗ്രാമത്തിലെ ചില ആളുകൾ ഫസൽ ബക്ഷിനെ പരിഹസിക്കാൻ തുടങ്ങി. നോക്കൂ, ഫസൽ ബക്ഷിന്റെ വീട്ടിൽ പെൺപടകളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇത്രയും പേരെ പോറ്റാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇവരുടെ കല്യാണം നടത്തുമ്പോൾ നീ ആരോട് കൈനീട്ടും? എന്നിങ്ങനെയായിരുന്നു നാട്ടുകാരുടെ കുത്തുവാക്കുകൾ. ഫസൽ ബക്ഷിന്റെ ഭാര്യയും ഉള്ളാലെ വിഷമിച്ചു. ആൺമക്കൾ പിതാവിന്റെ കരുത്താണെന്നും തങ്ങൾക്ക് ശേഷം പെൺമക്കളെ സംരക്ഷിക്കാൻ ഒരു സഹോദരൻ വേണമെന്നും അവൾ ആഗ്രഹിച്ചു. ഒരു ആൺകുഞ്ഞിനായി അവൾ രാപ്പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ മനസ്സ് തകർന്ന് ഫസൽ ബക്ഷ് തന്റെ ആത്മീയ ഗുരുവിന്റെ അടുത്തെത്തി. കണ്ണീരോടെ അവൻ തന്റെ സങ്കടങ്ങൾ വിവരിച്ചു. ഹസ്രത്ത്, എന്റെ വീട്ടിൽ 7 പെൺമക്കളാണ്. നാട്ടുകാർ എന്നെ പരിഹസിക്കുന്നു. എന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനായി കരയുകയാണ്. എനിക്കൊരു ആൺകുഞ്ഞിനെ ലഭിക്കാൻ അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്യാമോ? ഫസൽ ബക്ഷിന്റെ സങ്കടം കേട്ട് ഗുരു ശാന്തനായി പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫസൽ, നീ വിഷമിക്കേണ്ട. പെൺകുട്ടികൾ അള്ളാഹുവിന്റെ റഹ്മത്താണ്. എന്നാൽ നിനക്കൊരു ആൺകുഞ്ഞിനെ വേണമെങ്കിൽ നീ അള്ളാഹുവിനെ കൂടുതൽ പ്രസാദിപ്പിക്കണം. അള്ളാഹുവിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ വചനങ്ങളാണ്. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും ആ വചനങ്ങൾ അപമാനിക്കപ്പെടുന്നു. ഗുരു തന്റെ ദൗത്യം വിവരിച്ചു. നീ ഒരു കാര്യം ചെയ്യുക. ഈ ഗ്രാമത്തിലും പരിസരത്തുള്ള പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിക്കുക. വഴിയിലോ ചവറ്റുകൂനയിലോ അഴുക്കുചാലുകളിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളോ ദൈവം നാമം എഴുതിയ കടലാസുകളോ നീ ശേഖരിക്കുക. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതും ആളുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതുമായ ആ വചനങ്ങളെ നീ ആദരവോടെ വീണ്ടെടുക്കണം. അവ വൃത്തിയാക്കി ഗ്രാമത്തിന് പുറത്തുള്ള വിജനമായ സ്ഥലത്ത് ഒരു വലിയ കുഴിയുണ്ടാക്കി അതിൽ ഭദ്രമായി നിക്ഷേപിച്ച് മണ്ണുമൂടി സംരക്ഷിക്കുക. അള്ളാഹുവിന്റെ വചനങ്ങളെ നീ ആദരിച്ചാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ആദരിക്കും. ഈ ഉപദേശം ഫസലിന്റെ ഉള്ളിൽ തട്ടി. അദ്ദേഹം ഉടനടി തന്റെ ജോലിയിൽ നിന്ന് അവധിയെടുത്തു. അതൊരു എളുപ്പമുള്ള പണിയായിരുന്നില്ല. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഭാണ്ഡക്കെട്ടുമായി ഫസൽ തെരുവുകൾ തോറും നടന്നു. ആളുകൾ ഉപേക്ഷിച്ച പഴയ പുസ്തകങ്ങൾക്കിടയിലും കാറ്റത്ത് പറന്നു നടന്ന കടലാസുകൾക്കിടയിലും അദ്ദേഹം വിശുദ്ധ വചനങ്ങൾ തിരഞ്ഞു. ചെളിയിൽ വീണ് കിടക്കുന്ന ഒരു ചെറിയ കടലാസ് കഷ്ണം കണ്ടാൽ പോലും അദ്ദേഹം അത് കുനിഞ്ഞെടുത്ത് ചുംബിക്കുകയും തന്റെ തുണി കൊണ്ട് തുടച്ച് ശുദ്ധിയാക്കുകയും ചെയ്തു. പലരും അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഈ മനുഷ്യന് എന്തുപറ്റി? എന്തിനാണ് ഈ ചപ്പുചവറുകൾ പെറുക്കി നടക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ ഫസൽ ആരെയും ശ്രദ്ധിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട നാഥന്റെ വചനങ്ങൾ തെരുവിൽ നിന്ന് അപമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവുമായിരുന്നില്ല. ഓരോ ദിവസവും വൈകുന്നേരം അദ്ദേഹം ശേഖരിച്ച വചനങ്ങൾ തന്റെ വീടിനടുത്തുള്ള ആ വലിയ കുഴിയിൽ ആദരവോട് സമർപ്പിച്ചു. മാസങ്ങളോളം നീണ്ട ഈ കഠിനമായ ദൗത്യം അദ്ദേഹത്തിന് ഒരു പുതിയ ആത്മീയ ഊർജം നൽകി. തന്റെ വിശപ്പും ദാഹവും മറന്ന് പരിഹാസങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട് ഫസൽ ആ വിശുദ്ധ ദൗത്യം തുടർന്നു. അള്ളാഹുവിന്റെ വചനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ തന്റെ ജീവിതം തന്നെ ധന്യമാകുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1 വർഷത്തോളം നീണ്ട കഠിനമായ സമർപ്പണമായിരുന്നു ഫസലിന്റേത്. സൂര്യോദയം മുതൽ അസ്തമയം വരെ അദ്ദേഹം ഗ്രാമത്തിലെ ഇടവഴികളിലൂടെയും നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിലൂടെയും അലഞ്ഞു. ആരും ഗൗനിക്കാത്ത ചവറ്റുകൂനകളിൽ നിന്നും പൊടി പിടിച്ച തട്ടിൻപുറങ്ങളിൽ നിന്നും അദ്ദേഹം വിശുദ്ധമായ വചനങ്ങളെ വീണ്ടെടുത്തു. ചില വീടുകളിൽ നിന്ന് പഴയതും ജീർണിച്ചതുമായ ഗ്രന്ഥങ്ങൾക്കായി അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇവ അനാദരിക്കപ്പെടാൻ പാടുള്ളതല്ല, എനിക്ക് തരൂ, ഞാൻ ഇവയെ ആദരവോടെ സംരക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. പലരും അദ്ദേഹത്തോടെ പുച്ഛത്തോടെ നോക്കിയെങ്കിലും ഫസൽ തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. ആ വിശുദ്ധ താളുകളിലെ പൊടി തട്ടുമ്പോൾ തന്റെ ഹൃദയത്തിലെ കറകളും മാഞ്ഞു പോകുന്നതായി അദ്ദേഹത്തിന് തോന്നി. ദൈവിക വചനങ്ങളോടുള്ള ഈ ആദരവിന് പ്രതിഫലമെന്നോണം ആ കുടുംബത്തിലേക്ക് സന്തോഷത്തിന്റെ ഒരു വസന്തകാലം കടന്നുവന്നു. ഏറെ കാലത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഫസലിന്റെ ഭാര്യ 2 ഇരട്ട ആൺകുട്ടികൾക്ക് ജന്മം നൽകി. ഗ്രാമം മുഴുവൻ ഈ വാർത്ത അത്ഭുതത്തോടെയാണ് കേട്ടത്. 7 പെൺമക്കൾക്ക് ശേഷം 2 ആൺകുട്ടികൾ. ഇത് ഫസൽ ബക്ഷിന്റെ നന്മയ്ക്ക് ലഭിച്ച പ്രതിഫലം തന്നെ എന്ന് പരിഹസിച്ചവർ പോലും മാറ്റി പറഞ്ഞു. ആ കുഞ്ഞുങ്ങൾക്ക് കാസിം എന്നും അസീം എന്നും അദ്ദേഹം പേരിട്ടു. മക്കൾ വളർന്നു വരുന്നതിനൊപ്പം ഫസൽ ബക്ഷ് അവർക്ക് കൃത്യമായി ശിക്ഷണം നൽകി.
കേവലം ലൗകികമായ അറിവ് മാത്രം പോരാ, മറിച്ച് ജീവിതത്തിന് വഴി കാട്ടുന്ന ആത്മീയ ബോധവും അവർക്കുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ അയച്ച് അവർക്ക് ലോകവിജ്ഞാനം നൽകുന്നതോടൊപ്പം പള്ളിയിലെ മദ്രസയിൽ അയച്ച് മതവിദ്യാഭ്യാസവും നൽകി. മൂത്ത മകൻ കാസിം അസാമാന്യ ബുദ്ധിയുള്ളവനും ഭയഭക്തനുമായിരുന്നു. കൗമാരപ്രായത്തിൽ തന്നെ അവൻ വിശുദ്ധ ഖുർആൻ മുഴുവനായി മനഃപ്പാഠമാക്കി ഒരു ഹാഫിൾ ആയി മാറി. അസീം തന്റെ പിതാവിനെ സഹായിക്കാൻ നാട്ടിൽ തന്നെ നിന്നപ്പോൾ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാനും ഗ്രാമത്തിലെ തകർന്നു വീഴാറായ പള്ളി പുനർനിർമ്മിക്കാനുമായി കാസിം വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇറ്റലിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും ശരിയായപ്പോൾ ആ വീട്ടിൽ സങ്കടവും സന്തോഷം ഒരുപോലെ നിയലിച്ചു. ആദ്യമായി തന്റെ ഒരു മകൻ കടൽ കടന്നു പോകുകയാണ്. യാത്രയുടെ തലേ ദിവസം കാസിമിന്റെ ഉമ്മ തന്റെ പെട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കരുതി വെച്ചിരുന്നു. പച്ച നിറത്തിലുള്ള മനോഹരമായ പട്ടുതുണിയിൽ പൊതിഞ്ഞ ഒരു വിശുദ്ധ ഖുർആൻ ആയിരുന്നു അത്. യാത്രയാക്കുന്ന നിമിഷം കണ്ണീരോടെ ആ ഉമ്മ കാസിമിനെ അരികിലേക്ക് വിളിച്ചു. ആ പൊതി അവന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, മകനെ, നീ പോകുന്നത് അപരിചിതമായ ഒരു നാട്ടിലേക്കാണ്. അവിടെ നിനക്ക് കൂട്ടായി ആരും ഉണ്ടാവില്ല. പ്രയാസങ്ങൾ നിന്നെ വേട്ടയാടുമ്പോൾ, മനസ്സ് തളരുമ്പോൾ നീ ഈ ഗ്രന്ഥം തുറന്നു വായിക്കുക. നിന്റെ നാഥൻ നിന്നോട് സംസാരിക്കുന്നത് നീ കേൾക്കും. ഇത് നിനക്കൊരു കവചമായിരിക്കും. കാസിം പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ഉമ്മയെ നോക്കി. ഉമ്മ, ഞാൻ ഈ ഗ്രന്ഥം മുഴുവൻ എന്റെ ഹൃദയത്തിൽ ഏറ്റിയവനാണ്. എനിക്ക് ഇത് കാണാതെ ഓതാൻ അറിയാമല്ലോ. പിന്നെന്തിനാണ് ഞാൻ ഇത് കൊണ്ടുപോകുന്നത്? വിനയത്തോടെ അവൻ ചോദിച്ചു. എന്നാൽ ആ ഉമ്മയുടെ മറുപടി ഇതായിരുന്നു, മകനെ, നീ ഇത് മനഃപ്പാഠമാക്കിയത് നിന്റെ അറിവിനാണ്. എന്നാൽ ഈ ഗ്രന്ഥം നിന്റെ കൂടെയുള്ളത് നിന്റെ സംരക്ഷണത്തിനാണ്. ഇതിലെ ഓരോ അക്ഷരവും നിന്നെ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കും. നിന്റെ ഉമ്മയുടെ ആഗ്രഹമായി കരുതി ഇത് നീ കൂടെ കൊണ്ടുപോകണം. ഉമ്മയുടെ സ്നേഹത്തിനു മുന്നിൽ കാസിം തലകുനിച്ചു. ആ വിശുദ്ധ ഗ്രന്ഥം അവൻ നെഞ്ചോട് ചേർത്തു പിടിച്ചു. തന്റെ പിതാവ് വർഷങ്ങളോളം തെരുവുകളിൽ അലഞ്ഞ് സംരക്ഷിച്ച അതേ വചനങ്ങളുടെ പകർപ്പാണ് തന്റെ കയ്യിലിരിക്കുന്നത് എന്ന ബോധ്യം അവനിൽ അഭിമാനമുണ്ടാക്കി. പിതാവിന്റെയും ഉമ്മയുടെയും അനുഗ്രഹം വാങ്ങി തന്റെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് കാസിം വിമാനത്താവളത്തിലേക്ക് തിരിച്ചു. തന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളും കയ്യിൽ ഉമ്മ നൽകിയ വിശുദ്ധ ഗ്രന്ഥവുമായി അവൻ ഒരു പുതിയ ലോകത്തേക്ക് വിമാനം കയറി. ആ യാത്ര കേവലം പണം സമ്പാദിക്കാനല്ല, മറിച്ച് തന്റെ വിശ്വാസത്തിന്റെ കരുത്ത് പരീക്ഷിക്കപ്പെടാനുള്ള ഒന്നാണെന്ന് അന്ന് കാസിം അറിഞ്ഞിരുന്നില്ല. ഇറ്റലിയിലെ മനോഹരമായ ഒരു നഗരഭ്രാന്തത്തിലുള്ള കൂറ്റൻ വ്യവസായശാലയിലായിരുന്നു കാസിം എത്തിപ്പെട്ടത്. ആധുനിക യന്ത്ര സാമഗ്രികളും നൂറുകണക്കിന് തൊഴിലാളികളും നിറഞ്ഞ ആ ഫാക്ടറി ആ നാട്ടിലെ തന്നെ പ്രശസ്തമായ ഒന്നായിരുന്നു. എന്നാൽ അവിടുത്തെ മുതലാളി മനുഷ്യത്വത്തെക്കാൾ ലാഭത്തിന് മുൻഗണന നൽകുന്ന അങ്ങേയറ്റം കർശനക്കാരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മതപരമായ വിശ്വാസങ്ങളോ ആത്മീയമായ മൂല്യങ്ങളോ അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. സമയം പണമാണ്. ഈ മതിലുകൾക്കുള്ളിൽ പണമുണ്ടാക്കുന്ന ശബ്ദമല്ലാതെ ദൈവത്തിന്റെ പേര് കേൾക്കാൻ പാടില്ല എന്നതായിരുന്നു അയാളുടെ പ്രഖ്യാപിത നിയമം. പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുന്നത് ജോലിയെ ബാധിക്കുമെന്നും അത് സ്ഥാപനത്തിന് നഷ്ടമുണ്ടാക്കുമെന്നും അയാൾ വിശ്വസിച്ചു. ഈ പ്രതികൂല സാഹചര്യത്തിലും കാസിം തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. പുലർച്ചെ ജോലി ആരംഭിക്കുന്നതിന് മുമ്പേ അവൻ ഉണരും. ഉമ്മ നൽകിയ ആ വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് വെച്ച് അവൻ പാരായണം ചെയ്യും. കാസിമിന്റെ ശബ്ദം ആ ചെറിയ താമസമുറിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. അവന്റെ ഈണത്തിലുള്ള പാരായണം കേട്ട് മടുപ്പും ആകുലതകളും നിറഞ്ഞ മറ്റു തൊഴിലാളികൾ അവിടെ തടിച്ചുകൂടാൻ തുടങ്ങി. പല രാജ്യങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഉള്ളവർ ആ മനോഹരമായ ശബ്ദത്തിൽ ആകൃഷ്ടരായി. മുസ്ലിങ്ങളല്ലാത്തവർ പോലും ആ വചനങ്ങളുടെ ഗാംഭീര്യത്തിൽ മനസ്സിന്റെ സമാധാനം കണ്ടെത്തി. ജോലി കഴിഞ്ഞുള്ള വിശ്രമവേളകളിൽ കാസിം അവർക്ക് സ്നേഹത്തെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും ലളിതമായി സംസാരിച്ചു കൊടുത്തു. തൊഴിലാളികൾക്കിടയിൽ മുൻപില്ലാത്ത വിധം ഒരു വലിയ ഐക്യവും സന്തോഷവും വളർന്നു വന്നു. തൊഴിലാളികൾക്കിടയിലുള്ള ഈ മാറ്റം മുതലാളിയുടെ കണ്ണിൽപ്പെട്ടു. അവർ പരസ്പരം സ്നേഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അയാളെ അസ്വസ്ഥനാക്കി. ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശീലിച്ച അയാൾക്ക് ഈ ഐക്യം ഒരു ഭീഷണിയായി തോന്നി. ഒടുവിൽ ഒരു ദിവസം കാസിമിനെ അയാൾ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ദേഷ്യം കൊണ്ട് വിറക്കുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു, കാസിം, നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് മറക്കരുത്. നിന്റെ ജോലി എന്തെങ്കിലും പ്രവർത്തിപ്പിക്കുക എന്നതാണ്, അല്ലാതെ ഈ തൊഴിലാളികളെ ദൈവത്തിന്റെ പേരിൽ വഴിതെറ്റിക്കലല്ല. നിന്റെ ഈ പാരായണവും പ്രാർത്ഥനയും ഉടൻ നിർത്തണം. ഇല്ലെങ്കിൽ നിന്റെ ശമ്പളത്തിന്റെ പകുതി ഞാൻ വെട്ടിക്കുറക്കും. ദാരിദ്ര്യം കൊണ്ടല്ലേ നീ ഈ നാട്ടിലേക്ക് വണ്ടി കയറിയത്? ആലോചിച്ച് തീരുമാനിക്കുക. കാസിം ഒട്ടും പതറാതെ വിനയത്തോടെ മറുപടി നൽകി. യജമാനനെ,
ഞാൻ എന്റെ ജോലിയിൽ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ല. ഫാക്ടറിയിലെ ലാഭത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരം മുഴുവൻ നൽകാൻ തയ്യാറാണ്. എന്നാൽ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്റെ ദൈവത്തിനേ കഴിയൂ. ജോലിക്ക് ശേഷം ലഭിക്കുന്ന എന്റെ ഈ സമയം എനിക്ക് സമാധാനം നൽകുന്നത് എന്റെ നാഥനെ സ്മരിക്കുമ്പോഴാണ്. ആ സ്മരണയാണ് എനിക്ക് കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ കരുത്തു നൽകുന്നത്. അതിനാൽ ദൈവത്തെ സ്മരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് കഴിയില്ല. കാസിമിന്റെ മറുപടി കേട്ട് ആക്രോശിച്ചുകൊണ്ട് മുതലാളി അയാളുടെ ശമ്പളം പകുതിയായി വെട്ടിക്കുറച്ചു. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ തകർന്നു പോകുമായിരുന്നു. എന്നാൽ കാസിം അത് പുഞ്ചിരിയോടെ സ്വീകരിച്ചു. കുറഞ്ഞ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാം, പക്ഷെ എന്റെ ദൈവത്തിന്റെ തൃപ്തിയില്ലാതെ എനിക്കൊരു നിമിഷം പോലും ശ്വസിക്കാനാവില്ല എന്ന് അവൻ വിശ്വസിച്ചു. ഒരു വെള്ളിയാഴ്ച ഉച്ചസമയം, ആഴ്ചയിൽ ഒരിക്കൽ ലഭിക്കുന്ന വിശുദ്ധമായ ആ നിമിഷങ്ങളിൽ കാസിം തന്റെ മുറിയിൽ മുട്ടുകുത്തിയിരുന്ന് അങ്ങേയറ്റത്തെ ആദരവോടെ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ആ വചനങ്ങൾ അവന്റെ ഹൃദയത്തെ തൊട്ടുണർത്തിയ വേളയിൽ അപ്രതീക്ഷിതമായി മുതലാളി അവിടേക്ക് ഇരച്ചു കയറി കാസിമിന്റെ കയ്യിൽ നിന്ന് ആ വിശുദ്ധ ഗ്രന്ഥം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. കാസിം അത് നെഞ്ചോട് ചേർത്തു പിടിച്ചു. ക്രൂരനായ ആ മനുഷ്യൻ കാസിമിനെ ബലം പ്രയോഗിച്ച് തറയിലൂടെ വലിച്ചിഴച്ച് പുറത്താക്കി. തുടർന്ന് ആ വിശുദ്ധ ഗ്രന്ഥം ഇരിക്കുന്ന മുറിക്ക് അയാൾ വലിയൊരു പൂട്ടയിട്ടു. ഇനി നിന്റെ ഈ വചനങ്ങൾ നിനക്ക് തുണയാവില്ല. ഈ ഗ്രന്ഥം ഇനി ഈ മുറിയിൽ കിടന്ന് നശിക്കും. ഇത് കാണുന്നതോ തൊടുന്നതോ നീ തടയണം എന്ന് അയാൾ അട്ടഹസിച്ചു. അവിടെയും നിർത്താതെ കാസിമിനെ ഫാക്ടറിയുടെ ഒഴിഞ്ഞ ഒരു കോണിലുള്ള ഇരുമ്പ് കൂട്ടിലടക്കാൻ അയാൾ തന്റെ സഹായികൾക്ക് നിർദ്ദേശം നൽകി. ഭക്ഷണം വെള്ളവും നൽകാതെ അവനെ പീഡിപ്പിക്കാനായിരുന്നു അയാളുടെ തീരുമാനം. ഇരുമ്പൈകൾക്കുള്ളിൽ കിടന്ന് കാസിം പൊട്ടിക്കരഞ്ഞു. അത് തന്റെ അവസ്ഥ ഓർത്തായിരുന്നില്ല, മറിച്ച് ആദരിക്കപ്പെടേണ്ട വിശുദ്ധ വചനങ്ങൾ ഒരു ക്രൂരന്റെ കൈകളിലാൽ തടവിലാക്കപ്പെട്ടതിനായിരുന്നു. കരച്ചിലിടയിൽ അവൻ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. എന്റെ റബ്ബേ, നിന്റെ വചനങ്ങളിൽ തടയാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് എനിക്കറിയാം. എന്റെ പിതാവ് തെരുവുകളിൽ അലഞ്ഞ് സംരക്ഷിച്ച ആ വിശുദ്ധമായ വാക്കുകളെ ഒരു നന്ദി കെട്ടവൻ പൂട്ടിയിരിക്കുന്നു. എനിക്ക് നീ കരുത്തു നൽകണമേ. നിന്റെ അത്ഭുതങ്ങൾ നീ പ്രകടിപ്പിക്കണമേ. നിന്റെ കലാം സംരക്ഷിക്കാൻ നീ തന്നെ ഒരു വഴി തുറന്നു തരണമേ. ആ തടവറയിൽ കിടക്കുമ്പോഴും കാസിമിന്റെ ചുണ്ടുകൾ ദൈവനാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്തെ തകർക്കാൻ ലോകത്തിലെ വലിയ പൂട്ടുകൾക്കോ ഇരുമ്പൈകൾക്കോ കഴിയില്ലെന്ന് ആ പ്രവാസി യുവാവ് ഉറച്ചു വിശ്വസിച്ചു. വിശുദ്ധ വചനങ്ങളെ തടവിലാക്കിയും കാസിമിനെ ഇരുമ്പൈകൾക്കുള്ളിലാക്കിയും അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് ആ മുതലാളി തന്റെ ആഡംബര കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. ഞാനാണ് ഇവിടുത്തെ നിയമം. എന്റെ ആജ്ഞകൾക്ക് മുകളിൽ ഒരു ദൈവവചനം മുഴങ്ങില്ല എന്നതായിരുന്നു അയാളുടെ വിചാരം. എന്നാൽ ഫാക്ടറിയുടെ കവാടം കടന്നതും അയാളുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങാൻ തുടങ്ങി. വായുവിനായി അയാൾ പിടഞ്ഞു. പെട്ടെന്ന് അയാളുടെ ശരീരം അസാധാരണമാം വിധം വീർത്തു വരാൻ തുടങ്ങി. വസ്ത്രങ്ങൾ ശരീരത്തിൽ മുറുകി പൊട്ടിപ്പോകുന്ന അവസ്ഥയായി. കണ്ണുകൾ ചുവന്നു തുടുത്തു പുറത്തേക്ക് തള്ളി. ആഡംബരങ്ങളുടെ നടുവിൽ അയാൾ ഒരു നിസ്സഹായനായി മാറി. അടിയന്തരമായി അയാളെ നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ എത്തിച്ചു. ലോക പ്രശസ്തരായ ഡോക്ടർമാർ പരിശോധനകൾ നടത്തി. എക്സ്റേകളും സ്കാനിങ്ങുകളും മാറി മാറി എടുത്തു. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന് ആ രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പോലുമായില്ല. മനുഷ്യ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ അയാളുടെ തൊലിപ്പുറം പൊട്ടിപ്പിളരാൻ തുടങ്ങി. ആ മുറിവുകളിൽ നിന്ന് പുറപ്പെട്ട ദുർഗന്ധം ആശുപത്രിയുടെ ഇടനാഴികളിൽ മുഴുവൻ പടർന്നു. ആ ഗന്ധം സഹിക്കവയ്യാതെ നഴ്സുമാരും സഹായികളും അയാളുടെ അരികിൽ നിന്ന് ഓടിമാറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരാൻ തുടങ്ങി. വേദന കൊണ്ട് അയാൾ അലറി വിളിച്ചു. ആ നിലവിളി ആശുപത്രിയുടെ ഭിത്തികളെ പോലും വിറപ്പിച്ചു. അയാളുടെ മുഖരൂപം പോലും മാറാൻ തുടങ്ങി. കൈകാലുകൾ വക്രിക്കുകയും നഖങ്ങൾ ക്രൂരമായ രീതിയിൽ വളരുകയും ചെയ്തു. ആ ആഡംബരത്തിന്റെ ഉടമ ഇപ്പോൾ ഒരു ഭീകരജീവിയുടെ രൂപത്തിലായി മാറിയിരുന്നു. അയാളുടെ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആ വേദനയെ ഒരൽപ്പം പോലും കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയുണ്ടായിരുന്ന വിശ്വാസികളായ ചില തൊഴിലാളികൾ പരസ്പരം മന്ത്രിച്ചു. ഇത് എന്തെങ്കിലും ഒരു രോഗമല്ല, മറിച്ച് ദൈവത്തിന്റെ വചനങ്ങളെയും ഒരു പാവപ്പെട്ട വിശ്വാസിയെയും ദ്രോഹിച്ചതിന് പ്രകൃതി നൽകുന്ന ശിക്ഷയാണ്. ദയനീയമായ ആ പീഡനങ്ങൾക്കൊടുവിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട അവസ്ഥയിൽ ആ ക്രൂരനായ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി. ഈ വാർത്ത കാട്ടുതീ പോലെ ഫാക്ടറിയിൽ പടർന്നു. തൊഴിലാളികൾ കൂട്ടത്തോടെ കാസിമിനെ തടവിലാക്കിയ സ്ഥലത്തേക്ക് ഓടിയെത്തി. അവർ ആ ഇരുമ്പുകൂട് തകർത്ത് അവനെ പുറത്തെടുത്തു. കാസിം തളർന്നിരുന്നുവെങ്കിലും അവന്റെ മുഖത്ത് ഒരു അസാധാരണമായ പ്രഭയുണ്ടായിരുന്നു. എല്ലാവരും കൂടി കാസിമിനെ ആ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മുതലാളി പൂട്ടിയിട്ട വിശുദ്ധ ഗ്രന്ഥം ഇരിക്കുന്ന ആ മുറി
ആ പൂട്ടുകൾ തകർത്ത് അവർ അകത്തു കയറിയപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും അമ്പരിപ്പിച്ചു. മുതലാളി അന്ന് ആ ഗ്രന്ഥത്തിന് തീയിടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ വിശുദ്ധ ഗ്രന്ഥം യാതൊരു കേടുപാടും കൂടാതെ അവിടെ ഇരിക്കുന്നു. പൊടിയോ കരിയോ ഒന്നുപോലും ആ താളുകളിൽ പറ്റിയിരുന്നില്ല. കാസിം വിറയ്ക്കുന്ന കൈകളോടെ അത് നെഞ്ചോട് ചേർത്തു പിടിച്ചു. നാഥ, നിന്റെ സത്യമാണ്, നീ സത്യമാണ്, നിന്റെ വചനങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ മുറിയിൽ കൂടിയിരുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ആ കാഴ്ച കണ്ട് വിതുമ്പിപ്പോയി. പലരും ആ നിമിഷം മുതൽ സന്മാർഗത്തിൽ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഈ അത്ഭുത സംഭവം ലോകം മുഴുവൻ ചർച്ചയായി. കാസിം തന്റെ വിദേശ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അവന് ലഭിച്ച സമ്പാദ്യത്തേക്കാൾ വലിയൊരു പാഠം അവന് ലോകത്ത് നൽകാനുണ്ടായിരുന്നു. നാട്ടിലെത്തിയ കാസിമിനെ സ്വീകരിക്കാൻ ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തി. പ്രായം തളർത്തിയെങ്കിലും തന്റെ മകനെ കാണുമ്പോൾ ഫസൽ ബക്ഷിയുടെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ കണ്ണുനീർ തിളങ്ങി. തന്റെ പിതാവ് തെരുവുകളിൽ നിന്ന് പൊടി തുടച്ച് സംരക്ഷിച്ച ആ വചനങ്ങൾ തന്നെയാണല്ലോ ഇന്ന് തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചതെന്ന സത്യം ആ വയോധികനെ വികാരാധീനതാക്കി. കാസിം ഗ്രാമത്തിലെ പള്ളിയിൽ ഒത്തുകൂടിയവരോട് പറഞ്ഞു, മനുഷ്യർ നൽകുന്ന ആദരവിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ വചനങ്ങളോടുള്ള നമ്മുടെ ആദരവ്. നിങ്ങൾ പ്രപഞ്ചനാഥന്റെ വാക്കുകളെ ഹൃദയത്തിൽ ഏറ്റുക, അവയെ ബഹുമാനിക്കുക. അപ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കും. എന്റെ പിതാവ് ഉപേക്ഷിക്കപ്പെട്ട കടലാസ് കഷ്ണങ്ങളിൽ കണ്ട ആ വചനങ്ങളെ ആദരിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് മക്കളെ നൽകി. ഞാൻ ആ വചനങ്ങളിൽ വിശ്വസിച്ചപ്പോൾ ദൈവം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇത് സത്യത്തിന്റെ വിജയമാണ്. പിന്നീടുള്ള കാലം കാസിമും പിതാവും ചേർന്ന് ആ ഗ്രാമത്തിൽ വലിയൊരു വിജ്ഞാന കേന്ദ്രം പണിതു. പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകി. വഴിയിൽ വീണുകിടക്കുന്ന ഒരു ചെറിയ കടലാസ് കഷ്ണം പോലും ആദരവോടെ എടുത്തു മാറ്റുന്ന ഒരു തലമുറയെ അവർ വളർത്തിയെടുത്തു. ഇന്നും ആ ഗ്രാമത്തിലെ കാറ്റിൽ പ്രാർത്ഥനയുടെ ഈണങ്ങൾക്കൊപ്പം ആ പഴയ ഫസൽ ബക്ഷിയുടെയും മകൻ കാസിമിന്റെയും കഥകൾ മാറ്റൊലികൊള്ളുന്നു.